അതിപരിശുദ്ധമായ നാമം ഈ കൊടുമാറാകട്ടെ. ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തയേശുവിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ചില ആഴ്ചകളായിട്ട് പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇടയ പരിപാലനവും ബോധനം എന്ന സബ്ജക്റ്റിന് അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി. ഇന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് നമുക്ക് ആ ടോപ്പിക് തീരേണ്ടതായിരുന്നുവെങ്കിലും നമ്മുടെ ഡിസ്കഷൻ ഇച്ചിരി നീണ്ടുപോയത് കൊണ്ട് 2 ടോപ്പിക് ഇവിടെ ലെഫ്റ്റായി. അതായത് ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൗൺസിലിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ. ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ് നമ്മൾ പഠിച്ചു. കുറ്റബോധത്താലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്, വിഷാദ രോഗിക്കുള്ള കൗൺസിലിംഗ് പഠിച്ചു. പിന്നെ പൈശാചികമായിട്ടുള്ള പോരാട്ടത്തിൽ കഴിയുന്നവർക്ക് ഉള്ള കൗൺസിലിംഗ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത 2 ടോപ്പിക് ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു 8 മണിയോടുകൂടെ തന്നെ വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകം വെച്ച് നമുക്ക് ഈ പഠിച്ച ക്ലാസ്, ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി 2 ടോപ്പിക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് രോഗികൾക്കുള്ള അല്ലെങ്കിൽ രോഗത്താലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ് ടു ദി ഡിസീസ്ഡ്. രോഗികൾക്കുള്ള കൗൺസിലിംഗ്. ഓക്കെ. അപ്പോ പലതരത്തിൽ രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കാം, അല്ലെ? വിശുദ്ധ വേദോസ്തം പഠിക്കുമ്പോൾ പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യനുണ്ടായ ദോഷങ്ങളിൽ ഒന്നാണ് അവൻ താഴ്ചയുള്ള ശരീരമുള്ളവനായി തീർന്നു എന്നതാണ്. അപ്പോ വിശുദ്ധ വേദോസ്തം പാപത്തിന്റെ ശമ്പളം മരണം, അല്ലെ? അപ്പോ ആദിമ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആദാമും ഹവ്വയും അനുസരണക്കേടുന്ന പാപം നിമിത്തം ദൈവ തേജസ് നഷ്ടമാക്കി കളയുകയും അതിന് ഫലമായിട്ട് അവർ പരസ്പരം കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ചു. എന്നാൽ ദൈവം അവർക്ക് ചില പണിഷ്മെന്റുകളെ കൊടുത്തു, അല്ലെ? പുരുഷനോട് പറഞ്ഞത് നീ വിയർപ്പോടുകൂടെ ഉപജീവനം കഴിച്ച് നിന്റെ അപവൃത്തി പ്രാപിക്കുമെന്നും, സ്ത്രീയോട് പറഞ്ഞത് വേദനയോടുകൂടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നുവെന്നൊക്കെ. അപ്പോ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്, അല്ലെ? രോഗങ്ങൾ, എല്ലാവരും പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ളവരല്ല, അല്ലെ? ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗം അത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ഒരു ഇടയ പരിപാലകൻ അല്ലെങ്കിൽ ഒരു ഉപബോധകൻ, കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു സഹായകൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലായിരിക്കേണ്ടത്, രോഗികൾക്കുള്ള കൗൺസിലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലായിരിക്കേണ്ടത്, രോഗികൾക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല, ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രോഗികൾക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല, ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഉപബോധകൻ മനസ്സിലാക്കിയിരിക്കും.
അപ്പോ ആക്ച്വലി മരുന്നുകൾ അല്ലെ, മെഡിസിൻ ഒത്തിരി ഉണ്ടല്ലേ, പല രോഗങ്ങൾക്കും മെഡിസിൻ ഉണ്ട്. എന്നാൽ മെഡിസിൻ കഴിക്കുന്നതിലൂടെ പൂർണ്ണമായിട്ട് ആ രോഗം മാറുമോ? എനിക്കറിയാം, മെഡിസിൻ പ്രാർത്ഥിച്ചിട്ട് മെഡിസിൻ കഴിക്കുന്നവരെ കുറിച്ച് എനിക്കറിയാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറീസയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഈ മൈഗ്രെയിൻ ചില സമയത്തൊക്കെ ഉണ്ടാകും. അപ്പൊ എന്നോട് പറയും, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ജയിതാന്ന് വിളിച്ചിട്ട് ഈ മെഡിസിൻ തലവേദന മാറാനായിട്ടുള്ള ഗുളിക തന്നിട്ട് എന്നോട് പറയും, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു തരാൻ പറയും. ഞാൻ പറയും, തലവേദന മാറാനായിട്ടാണ് ഗുളികയല്ലേ, ഒന്നുകിൽ ഞാൻ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാന്ന് പറയും. അപ്പൊ ഗുളികയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അല്ലേ? എന്നാ പിന്നെ ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഒരു രോഗിക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല, ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം ആവശ്യമാണ്. അപ്പോൾ ഈ മരുന്ന് നമ്മൾ എടുക്കുന്നത് തൽക്കാലം ആ രോഗത്തിന്റെ പ്രതിവിധിക്കാണ്. അപ്പോൾ തന്നെ ആ രോഗത്തിന് ശമനം ഉണ്ടാകുമ്പോൾ തന്നെ ആ മെഡിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലേ മറ്റൊരു രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആക്ച്വലി നമുക്ക് രോഗം മാറുന്നതല്ല, ആ രോഗത്തിന്റെ അവസ്ഥ, വേദനയുടെ അവസ്ഥയെ മരവിപ്പിക്കുന്നു അല്ലേ, നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. മരുന്ന് കഴിച്ചത് കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അസുഖം മാറത്തില്ല എന്നുള്ളതാണ്. അപ്പോ ഈ രോഗത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ കിടരോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, അവർക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല, അവർക്ക് ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം ആവശ്യമാണ് അല്ലേ. അവിടെ നമുക്ക് ബൈബിൾ വാക്യങ്ങൾ ഉച്ചരിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു പ്രയാസം, പ്രതിസന്ധി വരുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹിതരെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും ജനങ്ങൾ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മരുന്നും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം അല്ലെ. അപ്പോൾ ഒരു രോഗം വരുമ്പോൾ തന്നെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ് അടങ്ങുന്നതാണ് അല്ലെ, ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ. അപ്പോൾ രോഗം വരുമ്പോൾ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ വ്യക്തിയെ ബാധിക്കും അല്ലെ. പഴയതുപോലെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് പോയാലും മറ്റുള്ളവർ ഭക്ഷിക്കുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒരുപക്ഷെ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെ. ഇതൊക്കെ അവരെ ഒരു അസ്വസ്ഥതമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം, രോഗികൾക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല, അവരെ ആത്മാവിനും മനസ്സിനും വേണ്ട ഔഷധം ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, രോഗികൾ ഉത്കണ്ഠാകുലരായിരിക്കും. രോഗികൾ ഉത്കണ്ഠാകുലരായിരിക്കും. അപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭവനത്തിലെ കുടുംബനാഥൻ ആണ് രോഗിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അല്ലെങ്കിൽ ആകുല ചിന്തകൾ അവരെ ബാധിക്കും അല്ലെ. അപ്പോൾ ഒരു വ്യക്തി ഒരു ഭവനത്തിലൂടെ കുടുംബനാഥനാണെങ്കിൽ ആ വ്യക്തി അനുദിന ജീവിതത്തിലുള്ള സാമ്പത്തിക എങ്ങനെ കണ്ടെത്താമെന്ന് അതിനെക്കുറിച്ചുള്ള ആകുലതകൾ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കിടപ്പിലായാൽ കുടുംബത്തിന്റെ സമാധാനം അല്ലെങ്കിൽ ഒരു സുരക്ഷിതം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്തയും അവരെ ബാധിക്കും. ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ, അല്ലെങ്കിൽ അവരെ ആര് നോക്കും, അവര് കരുതുമെന്നുള്ള പല ചിന്തകൾ ഉണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ മാതാവിനെ സംബന്ധിച്ച് ഒരു മാതാവാണ് സുഖമില്ലെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും അല്ലേ. കാര്യങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷെ അത് സമയം കുക്ക് ചെയ്ത് ഡൈനിങ് ടേബിളിൽ വരണമെങ്കിൽ ഒരു അമ്മ വിചാരിക്കണം അല്ലേ. അപ്പോൾ ഒരു ദിവസം തന്നെ ഭവനത്തിൽ മാതാവ് സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് സുഖമില്ലെന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ഒത്തിരി ടെൻഷനും ഉണ്ടാക്കാൻ, അവരുടെയും അനുദിന ജീവിതത്തെ അത് ചിന്താകുലരാക്കാനായിട്ട് ഇടയാകുമെന്നുള്ളത്. അപ്പോ രോഗികൾക്ക് ഒന്നാമതായിട്ട് അവരുടെ മനസ്സിനും ആത്മാവിനും വേണ്ട ആശ്വാസം നൽകണം.
രണ്ട്, അവർ ആകുല ചിന്തകൾ ഉള്ളവരായിരിക്കുമ്പോൾ, ഉത്കണ്ഠാകുലരായിരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നോർമൽ ആയിട്ടുള്ള ആകുലതകൾ ആവശ്യമാണ് ഒരു വ്യക്തിക്ക്, അല്ലെ? ടു കൈൻഡ്സ് ഓഫ് ആൻസൈറ്റി, നോർമൽ ആൻസൈറ്റി ആൻഡ് അബ്നോർമൽ ആൻസൈറ്റി. അപ്പോൾ നോർമൽ ആൻസൈറ്റി ഒരു വ്യക്തിയെ ഉണ്ടാകണം, ഉണ്ടെങ്കിലെ കാര്യങ്ങൾ എല്ലാം വളരെ ക്രമീകൃതമായിട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തിയെ സഹായിക്കുകയുള്ളൂ. രണ്ട്, അത് അബ്നോർമൽ ആയി കഴിഞ്ഞാലാണ് വിഷയം, അല്ലെ? അപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പോ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകുലതകൾ ഇച്ചിരി മറ്റുള്ളവരെക്കാൾ, ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തികളെക്കാൾ ഇച്ചിരി കൂടെ ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വചനത്തിലൂടെ ഒക്കെ ആശ്വാസം പങ്കിട്ടാനായിട്ട് കഴിയും. 103 സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ. അപ്പോൾ ചിലപ്പോൾ വൈദ്യശാസ്ത്രം പറയും, ഡോക്ടർമാർ പറയും ഈ രോഗത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല. ബൈസ്റ്റാൻഡറിനോട് പറയല്ലേ, ഇഷ്ടമുള്ള ആഹാരം കൊടുത്തോ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഭവനത്തിലും കൊണ്ടുവെക്കോ എന്ന് പറയും, അല്ലേ? എന്നിരുന്നാൽ പോലും ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ദൈവിക വചനങ്ങൾ അവരെ പറയുകയും അതിൽ ഏത് രോഗമാണെങ്കിൽ പോലും ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് അവരെ കൂടുതൽ ഒരു ധൈര്യത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മളെ അവരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം, അല്ലേ? ആകുല ചിന്തയോടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തലവേദന ആയിരിക്കാം. ചിലർ രോഗം വരുമ്പോൾ ഒരു ചെറിയ തലവേദന വന്നാൽ മതി, അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചങ്ങ് കൂട്ടും, അല്ലേ? അവർ ചിന്തിക്കുമോ, എന്റെ സുഹൃത്തിനോ അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരാളിന് ഒരു ചെറിയ തലവേദനയായിട്ട് വന്നതാ, പിന്നെ അവസാനിച്ചത് ക്യാൻസറിലെന്ന്, അല്ലേ? അപ്പോൾ തന്നെ ക്യാൻസർ വന്നാൽ പോലും ആത്മധൈര്യം കൈവിടാത്ത ആൾക്കാരും ഉണ്ടല്ലേ. അതൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ എനിക്കിത് പോകാനായിട്ടുള്ള വാഹനമായിരിക്കും, എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഇരിക്കുന്നവരും. അപ്പോ പലതരത്തിലുള്ള ആകുലതകൾ മനുഷ്യനെ ബാധിക്കാം, മരണഭീതി, അത് നമ്മൾ അതിലേക്ക് വരികയാണ്. ഓക്കെ, അടുത്ത 3-ാമത് പോയിന്റ് എന്ന് പറയുന്നത്, രോഗികൾക്ക് പല വിധത്തിലുള്ള ഭയങ്ങൾ ഉണ്ടായിരിക്കാം. രോഗികൾക്ക് പല വിധത്തിലുള്ള ഭയമുണ്ടായിരിക്കാം. അപ്പോ പ്രധാനമായിട്ട് രോഗികൾക്കുണ്ടാകുന്ന ഒരു ഭയം എന്താണ്? മരണഭയമായിരിക്കും, അല്ലേ? ചിലർ ചെന്നിട്ട് എന്തെങ്കിലും ചെറിയ വിഷയം വന്നാൽ മതി, ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ, അല്ലേ? എന്നിട്ട് പിന്നെ അവരെ തന്നെ അങ്ങ് എഴുതി വെക്കുകയാണ്, എന്റെ ഭാര്യയ്ക്ക് ആരുണ്ട്, എന്റെ ഭർത്താവിന് ആരുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ മരിക്കുന്നില്ല, അല്ലേ? പക്ഷെ അങ്ങ് മരിച്ച ശേഷം ഞാൻ മരിച്ച ശേഷം എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകൾ ഒരു വലിയ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയൊരു പ്രബന്ധം തന്നെ തയ്യാറാക്കി വെക്കും, അല്ലേ? പക്ഷെ ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിക്കുന്നില്ല, ഞാൻ ഒരുപക്ഷെ മരിച്ചു പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നില്ല, അല്ലേ? ഞാൻ എവിടെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ഭയം ഉണ്ടാകാം, അതിൽ പ്രധാനം മരണഭയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ഭയമുളവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, അല്ലേ? അപ്പോ ഒരു രോഗിയുടെ അടുത്തിരുന്നിട്ട് നമുക്ക് ഒരുപക്ഷെ ഡോക്ടർമാർക്കും ബൈസ്റ്റാൻഡേഴ്സിനും അറിയാം ഈ രോഗത്തിൽ ഭേദമാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും കുഴപ്പമില്ല എന്നവർ ധൈര്യപ്പെടുത്തണം, അല്ലേ? അതിന് പകരം നമ്മൾ പറയരുത് ഇന്ന രോഗം വന്നാണ് ഇന്ന വ്യക്തി മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത്തെ ഭയമാണ്. ഈ ഭയം ഇച്ചിരി കൂടെ അവർക്ക് ചിലപ്പോൾ ഒരു ആൻസൈറ്റിയിലൊക്കെ, ഒരു ഉത്കണ്ഠയിലേക്ക് ചിലപ്പോൾ നയിക്കാനും വഴിതെളിക്കും. അതുകൊണ്ട് മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭയമുളവാക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയരുത്. ഒരുപക്ഷെ ഡോക്ടർ അസാധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ഡോക്ടർ പറഞ്ഞു, അവരുടെ പഠനത്തിന് ആസ്പദമാക്കി ചിന്തിച്ചപ്പോൾ, പക്ഷെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ അവരെ ധൈര്യപ്പെടുത്തുക. അപ്പോൾ തന്നെ മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു, അല്ലേ എന്നൊക്കെ പറഞ്ഞവരെ ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും. അടുത്ത 4-ാമത്തെ കാര്യം, രോഗി കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, രോഗം സ്വാതന്ത്ര്യത്തെ തടയുന്നു. രോഗം സ്വാതന്ത്ര്യത്തെ തടയുന്നു. അപ്പോ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശം പറയും, അല്ലേ? പൂർണ്ണമായിട്ടുള്ള ബെഡ് റെസ്റ്റ് എന്ന് പറയും. ചിലപ്പോൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പെട്ടെന്നൊരു അസ്വസ്ഥത വരുമ്പോൾ അവരെ പിടിച്ചു കെട്ടിയതുപോലെ
ഒരു ബെഡിലായിരിക്കുമ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ ഒരു പക്ഷേ രോഗത്തെക്കാൾ, ഈ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന ശാരീരിക ദണ്ഡനത്തെക്കാൾ അത് മനസ്സിനെ ഒത്തിരി അവരെ അസ്വസ്ഥപ്പെടുത്തും. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, എന്റെ സ്വാതന്ത്ര്യം, ഉള്ള സ്വാതന്ത്ര്യം കൂടെ നിഷേധിച്ചല്ലോ, നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കാനായിട്ടിടയാകും. അപ്പോൾ എഴുന്നേറ്റിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. പ്രത്യേകിച്ച് ഫ്രാക്ചർ ആയിട്ടൊക്കെ കിടക്കുന്ന വ്യക്തികൾ അല്ലേ. ചിലപ്പോൾ ഡോക്ടർ പറയും ഒരു വശം ചെരിഞ്ഞേ കിടക്കാവൂ. അപ്പൊ അവർക്ക് നിവർന്ന് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ, എന്നാൽ അതിന് പറ്റുന്നില്ല. അപ്പോ പിന്നെ ചില ആഹാരങ്ങൾ അവർക്ക് റെസ്ട്രിക്ഷൻ ആയിരിക്കാം, ഇന്നത് കഴിക്കരുത്, ഇന്നതേ കഴിക്കാവൂ എന്നുള്ളതൊക്കെ. അപ്പോ ഇതും അവരെ അസ്വസ്ഥമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോ ഇതെല്ലാം പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കും. അത് സ്ട്രിക്റ്റ് ആയിട്ട് പിന്നെ അനുസരിക്കാനായിട്ട് സഹായിക്കുന്നവരാണ് ഭവനത്തിലുള്ളവരാണ് അല്ലേ. ഡോക്ടർ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിർദ്ദേശം പാലിക്കണം. ഓക്കെ, ഒരുപക്ഷെ ഓക്കെ. അപ്പോ ഈ നിർദ്ദേശം നമ്മൾ അവരെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടറോടുള്ളതിനേക്കാൾ ദേഷ്യം ഭവനക്കാരോട് ചിലപ്പോൾ കാണിക്കാം. അതുകൊണ്ട് നമ്മൾ വയലന്റ് ആകരുത്. രോഗാവസ്ഥയിലായിരിക്കുന്നവരുടെ മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്വാതന്ത്ര്യം തടയപ്പെടുകയാണല്ലേ. അടുത്ത് ഇങ്ങനെ രോഗത്താലായിരിക്കുന്ന വ്യക്തികൾക്ക് അഞ്ചാമതായിട്ടുണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, രോഗം ഏകാന്തതയ്ക്ക് കാരണമാകാം. രോഗം ഏകാന്തതയ്ക്ക് കാരണമാകാം. ഒരുപക്ഷെ സമൂഹത്തിൽ ഒരു കാര്യം ഉണ്ടായാൽ ഏറ്റവും അധികം കാര്യങ്ങളിലൊന്നും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ രോഗമായി കഴിഞ്ഞാൽ ദൂരയാത്രകൾക്ക് തടസ്സം വരുന്നു. സമൂഹത്തിലോ കുടുംബത്തിലോ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫംഗ്ഷന് മാത്രം റിസ്ക് എടുത്ത് ഭവനത്തിലുള്ള വ്യക്തികൾ കൊണ്ടുപോകുന്നു അല്ലെ. അല്ലാത്തത് മാക്സിമം എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അപ്പോൾ ഇത് തികച്ചും അവരെ ഒരു ലോൺലിനെസ്സിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക് അവരെ വഴിതെളിക്കുമെന്നുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് ഇനി ആശുപത്രിയിലാണെങ്കിലോ, ഇനി ICUലാണെങ്കിൽ പിന്നെ കൂടെ ഇരിക്കാൻ പോലും ആൾക്കാര് കാണത്തില്ല എന്നുള്ള. അപ്പോ അവരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നെ ഈ അവസ്ഥയിലും, എന്റെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലും എന്റെ ജീവിത പങ്കാളി പോലും എന്നെ മറന്നല്ലോ, കൈവിടിഞ്ഞല്ലോ എന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഡോക്ടർ അനുവദിക്കാത്തതുകൊണ്ടാണല്ലേ ICUല് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ രോഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം പങ്കുവെക്കുക എന്നുള്ളതാണ്. അടുത്ത ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറ്റബോധം രോഗികളെ ഉപദ്രവിക്കും. കുറ്റബോധം എന്ന് പറഞ്ഞാൽ, ഞാന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന കാരണം. അവർ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളെ ഇങ്ങനെ പുറകിലോട്ട് ചിന്തിക്കും അല്ലെ. അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ അവര് ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് ദേവദാസന്മാർ പറഞ്ഞാലോ, ഇവർ അങ്ങനെ ചിന്തിക്കും അല്ലേ, ഞാൻ ഇത്രയും കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും രോഗാവസ്ഥ അനുഭവിക്കാനായിട്ട് എന്തോ കുറ്റമാണ് ഞാൻ ചെയ്തത് അല്ലേ. അപ്പൊ ഈ കുറ്റബോധം അവരെ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ആത്മപരിശോധന ഉണ്ടാകും. സ്വന്തം പ്രവൃത്തിയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും അവർ ചിന്തിക്കും. പാപത്തിന്റെ ശിക്ഷയാണ് രോഗമെന്നും എന്ന ചിന്ത പൊതുവെ അതിന് പറയും. അപ്പോ ഇതിനിടയ്ക്ക് ഡോക്ടർമാർ ചോദിക്കും അല്ലെ, അവര് ഹിസ്റ്ററി ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച്, അപ്പോ പിന്നെ വീണ്ടും കുടുംബക്കാരിലേക്ക് പോകും അല്ലേ. അതെ. അപ്പൊ ഇങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്ക് എന്ത് ഒരു കുറ്റബോധം ഉണ്ടാകാനായിട്ട് ഇടയാകാം. ഇനി അടുത്ത്, ഈ ഒരു ഭവനത്തിൽ ഒരു വ്യക്തി രോഗിയായിട്ട് കിടക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല വിഷമം അനുഭവിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ആ ഭവനത്തിലുള്ളവരാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ രോഗിയോട് ചോദിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം. അപ്പൊ ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ രോഗവിവരം ചോദിക്കുന്നത് ആ ഭവനത്തിലുള്ള വ്യക്തികളോടായിരിക്കും അല്ലെ. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, പിന്നെ ഇത് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ. ഇന്നതാണ് അച്ഛൻ്റെ അസുഖം, അല്ലെങ്കിൽ അമ്മാമ്മയുടെ അസുഖം അല്ലെ. ഇത് ഈ അല്ലെങ്കിൽ കുടുംബക്കാർക്കും ഒരു
വിഷമത്തിലാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു രോഗിയെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അവർ ഏകാന്തത ഉള്ളവരായിരിക്കും, ഭയം ഉള്ളവരായിരിക്കാം, ഉത്കണ്ഠാകുലരായിരിക്കാം, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്താബോധത്തിലൂടെ ആയിരിക്കാം. അല്ലേ? അപ്പോ നമ്മുടെ പ്രാർത്ഥനകളിലാണെങ്കിൽ പോലും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലായിരിക്കണം അവരെ പ്രാർത്ഥിപ്പിക്കേണ്ടത്, അല്ലെ? പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന വാചകങ്ങൾ ഈ രോഗികൾ ശ്രദ്ധിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നും, അല്ലെ? കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവര് ഭയത്തിലാണ് ഇരിക്കുന്നത്, അല്ലയോ? അപ്പോ നമുക്ക് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവെ, മരണത്തിന്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്, അല്ലെ? ഹിസ്കിയാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയ ദൈവം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ് എന്നൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് ഒരുപക്ഷെ മനസ്സിൽ നമുക്കറിയാൻ ചിലപ്പോൾ ഈ വ്യക്തി മരിച്ചു പോകുമായിരിക്കാം. എങ്കിലും ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ അവർ കേൾക്കെ പ്രാർത്ഥിക്കരുത്. അപ്പോഴവർ ചിന്തിക്കും, ഞാൻ ജീവിച്ചിരിക്കുന്നത്, ഈ കിടക്കുന്നത് ഇവർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്തകൾ ചിലപ്പോൾ മനസ്സിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, രോഗിയോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഒരു കൗൺസിലറിന് അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്ക് കഴിയണം. ഇത്തരത്തിൽ മാരകമായ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യമാണ്, അല്ലേ? കൂടെ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന്. ചിലപ്പോൾ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ഭവനത്തിലുള്ളവർക്ക് അവരോടൊപ്പം കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ മറ്റു ഭവനത്തിലുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും, അല്ലേ? കുക്കിംഗ് ചെയ്യേണ്ടവർക്ക് കുക്കിംഗ് ചെയ്യണം, അത്യാവശ്യം ജോലിക്ക് പോകേണ്ടവർക്ക് പോകണം, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, അല്ലെ? ഇതെല്ലാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അപ്പോ ഈ ഇവരെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ പരിചരിക്കുന്നവർ ആ പരിചരണം കഴിഞ്ഞ ശേഷം അവർ മാറിപ്പോകും, അല്ലേ? എന്നാൽ കൂടുതൽ വിശ്വാസവും പ്രത്യാശയും നമ്മൾ ഒരു ദേവദാസൻ എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും. പൗലോസിന്റെ വാക്കുകൾ, അല്ലെ, ലേഖനങ്ങൾ പറയാനായിട്ട് നമുക്ക് വിശ്വസിപ്പാൻ മാത്രമല്ല ക്രിസ്തയേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടി വരം നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വരമാണ് ഈ കഷ്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ്, അല്ലെ? ഒത്തിരി ദൈവത്തിന് വേണ്ടി ഓടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ നാളുകളിൽ നിങ്ങൾക്ക് ദൈവം റെസ്റ്റ് തന്നിരിക്കുകയാണ്. ഇച്ചിരി റെസ്റ്റിലിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം. ഈ വാചകങ്ങൾ ഞങ്ങളിപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മാതാവ് ബൈക്ക് ആക്സിഡന്റിലായിട്ട് ബെൽറ്റ് ഇട്ട് കിടക്കുന്നതുകൊണ്ട് പലരും പറയും, ഓക്കെ, ഇത്രയും നാള് ദേവദാസനോടൊപ്പം ഓടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം തന്ന ഒരു റെസ്റ്റ് ആണെന്നല്ലേ. അപ്പൊ അവർക്കൊരു ആശ്വാസം വരും, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ആശ്വാസ വാക്കുകൾ, അല്ലെ? അപ്പോ കിടക്കുന്നവർക്കും കിടക്കാം, അല്ലെ? പക്ഷെ മറ്റുള്ളവർക്ക്, അവരെ പരിചരിക്കുന്നവർക്കാണ്, അവരെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. അടുത്ത പോയിന്റ് ആണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം രോഗിക്ക് വ്യക്തമാക്കി കൊടുക്കണം. പ്രാർത്ഥനയുടെ പ്രാധാന്യം രോഗിക്ക് വ്യക്തമാക്കി കൊടുക്കണം. ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം, ആത്മീയമായിട്ട് നല്ല അഭിവൃദ്ധിയിലിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ രോഗാവസ്ഥയിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാ ചിന്തകളും മനസ്സിനെ വന്നിട്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ എന്നുള്ള ചിന്തകളൊക്കെ അവരെ ഭരിക്കാനായിട്ട് ഇടയാകും, അല്ലേ? എങ്കിലും പ്രാർത്ഥിക്കണം. അപ്പോ തമ്മിൽ പ്രാർത്ഥിക്കണം. ഈ യോബിന്റെ ചരിത്രം നമുക്ക് പറയാം. ഈ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കി, പല വിധത്തിലുള്ള വ്യാധിക്കാരെ ദൈവം സൗഖ്യമാക്കി, കുരുടനെ കാണുമാറാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയുടെ ശക്തിയും പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവങ്ങളും അവരെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു രോഗിയെ കൗൺസിലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൗൺസിലർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രോഗിക്ക് ഉണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എല്ലാ രോഗികൾക്കും ഇത്രയും കാര്യങ്ങൾ വരണമെന്നില്ല. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു പനിയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകത്തില്ല.
മാരകമായ ചിലപ്പോൾ കിടരോഗികളായിട്ട് ഇങ്ങനെ കിടക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് വേണം അവരെ കൗൺസിലിംഗ് ചെയ്യാനാണ്, ആശ്വസിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനി കൗൺസിലിംഗ് അല്ലെങ്കിൽ രോഗിയുടെ കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ആണ് അടുത്തതായിട്ട്. രോഗികൾക്കുള്ള കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോ ഇത് ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളമാണ്. രോഗവിവരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സഭയിലുള്ള ഒരു വ്യക്തിക്ക് രോഗം ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർ വിളിച്ചറിയിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. എത്രയും വേഗം അവരെ ഫോണുമായിട്ട് ബന്ധപ്പെടുക, അല്ലേ? ചെന്ന് കാണാൻ അത്രയും എമർജൻസി ആണെങ്കിൽ അവരെ ചെന്ന് കാണുക. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിൽ ഈ രോഗാവസ്ഥ അറിഞ്ഞ ഉടനെ അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കണം. എത്രയും വേഗം ചെന്ന് രോഗിയെ, പിന്നെ എത്രയും വേഗം ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യദായകനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരെ ചെന്ന് കാണാനായിട്ടുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുക. മറ്റ് ഫോർമാലിറ്റികൾക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്, അല്ലെ? എന്ന് പറഞ്ഞാൽ രോഗം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല വരുന്നത്, അല്ലേ? ഒരു പ്രതിസന്ധി ഒരിക്കലും പ്രതീക്ഷിക്കാതെ രോഗം വരും. ഈ മാരകമായ രോഗത്തിലിരിക്കുന്ന വ്യക്തികൾ പറയുന്ന കേട്ടിട്ടില്ലേ? ചെറിയൊരു പെയിൻ ആയിട്ട് വന്നതാ, അല്ലെങ്കിൽ ചെറിയൊരു മുഴ വന്നതാ, അത് കാര്യമാക്കിയില്ല, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റൊമക് പെയിൻ വന്നതാ, തലവേദന വന്നതാ, സാരമാക്കില്ല, പിന്നെ അത് മാരകമായ രോഗത്തിലേക്ക്. അപ്പോൾ തന്നെ അടുത്ത രണ്ടാമതായിട്ട് മനസ്സിലായി, ഈ സാംക്രമിക രോഗങ്ങളുണ്ടല്ലേ, ഈ വൈറസിന്റെ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ തന്നെ ഒരു ശുശ്രൂഷ എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ രോഗം ചിലപ്പോൾ പകരുന്നതായിരിക്കും, പകർച്ചവ്യാധിയായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ, നടപടികൾ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരു മാസ്കോ അല്ലെങ്കിൽ മറ്റ് ഒരു ഹാൻഡ് സാനിറ്റൈസറോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, അല്ലേ? അപ്പോൾ സ്വയം നമ്മൾ എന്തുവാ രക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നത് അതിൽ തെറ്റില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ, ഒരു ദൈവദാസൻ എന്ന കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ അടുത്ത് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടല്ലേ? രോഗിയുടെ അടുത്ത് ചിലപ്പോൾ അവര് ആഗ്രഹിക്കും ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്, അല്ലെങ്കിൽ ഷേക്കൻഡ് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കും. അപ്പോ നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി നമ്മൾ ഉണ്ടായി. പകർച്ചവ്യാധികൾ, ഓക്കെ. അപ്പോ അങ്ങനെയുള്ളവരെ സന്ദർശിക്കുമ്പോൾ രോഗിയെ മാത്രം സന്ദർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കരുത്, കുടുംബാംഗങ്ങളുടെ മാനസിക അവസ്ഥകളെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. രോഗാവസ്ഥ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷമഘട്ടമാണ്. പാസ്റ്റർ അല്ലെങ്കിൽ ഇടയൻ കുടുംബാംഗങ്ങളെയും ഡോക്ടറെയും കണ്ട് രോഗത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോ രോഗികളോട് നമ്മൾ രോഗത്തിന്റെ അവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ടല്ലേ? ചിലപ്പോ രോഗത്തിന്റെ വ്യക്തമായിട്ടുള്ള വിവരം രോഗി അറിഞ്ഞിരിക്കണമെന്നില്ല. ചിലപ്പോൾ കുടുംബക്കാരോട് പറഞ്ഞിരിക്കും, ചിലപ്പോൾ കുടുംബക്കാർ പോലും അത്രയും അറിയത്തില്ലായിരിക്കാം. ഒരുപക്ഷെ ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടറോട് നമുക്ക് കയറി സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് യഥാർത്ഥ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കെയർ, ഒരു പരിപാലനം രോഗിക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, രോഗാവസ്ഥയിൽ ഓരോ രോഗത്തിലും ഇരിക്കുന്ന വ്യക്തികൾക്കുള്ള മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് തന്നെ രോഗിയോടും വീട്ടുകാരോടും കുടുംബാംഗങ്ങളോടും അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നടത്തുന്ന സംഭാഷണത്തിൽ നിന്നും അവരുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥ, ഇമോഷണൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. എത്രത്തോളം ഈ പ്രതിസന്ധിയിൽ അവര് വേദന അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ അതിലൂടെ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് കഴിയും, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ മറ്റ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണോ, മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളാണോ ഇവർ അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സഹായം ഒരു സഹായകൻ എന്ന നിലയിൽ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ്.
അപ്പോ മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ തുറന്നു പറയാനായിട്ട് അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. മൗനമായിട്ട് അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ സമയപരിമിതി ചുരുക്കപ്പെടുത്തണം, അല്ലേ? ഒത്തിരി ലോങ് ടൈം നമ്മൾ അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു അരോചകത്വം അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളത് നമ്മൾ സ്വയം സെൻസ് ചെയ്തിട്ട് നമ്മുടെ സന്ദർശനങ്ങൾ വളരെ ഹ്രസ്വമായിരിക്കണം, വളരെ ചുരുക്കമായിരിക്കണം. വേണ്ടി വന്നാൽ കുടുംബക്കാരോടുകൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ടൈം ടു ടൈം, അല്ലേ, ചിലപ്പോൾ നമ്മൾ ഇടപെടാതെ അവരെ വിസിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ അവർ മനസ്സിലാക്കി. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരിക്കലും മടങ്ങരുത്. പ്രാർത്ഥിക്കുമ്പോഴുള്ള വാചകങ്ങൾ അവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. തിരുവചനം ആശ്വാസം പകരുന്ന വചനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇനി മാസങ്ങളായി വർഷങ്ങളായി രോഗത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ആത്മീയമായ കൂട്ടായ്മകൾ ഒത്തിരി മാസങ്ങൾ കൊണ്ട് അവർക്ക് അനുഭവിക്കാതിരിക്കും, അല്ലെ? ലോർഡ്സ് കമ്മ്യൂണിയൻ അല്ലെങ്കിൽ തിരുമേശ പോലും അവർക്ക് എടുക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളായിരിക്കും, അല്ലേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സജ്ജീകരണം അവർക്ക് ഭവനത്തിൽ തന്നെ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ചെയ്യും. ഇനി രോഗികൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ, അല്ലെ? ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചിട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരവസാനമായിട്ട് എന്താ കഴിച്ചേ, എന്താ പറഞ്ഞേ, എന്താ ചെയ്തേ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലേ? അപ്പോൾ അത് വളരെ ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് കുടുംബാംഗങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കത്തില്ല, പാസ്റ്ററോടായിരിക്കും അവർക്ക് വിശ്വാസമുള്ളത്. അപ്പോൾ അതെന്താണെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ടും ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം സുരക്ഷിതത്വം ഉറപ്പാക്കുകയും വേണം നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് സഭയോ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അറിയേണ്ടുന്ന കാര്യം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നമ്മുടെ ഈ ടോപ്പിക്കിന്റെ അവസാന ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. കൗൺസിലിംഗ് ടു ദി ബെറീവ്മെന്റ്, മരണ വീട്ടിൽ നൽകേണ്ട കൗൺസിലിംഗ്. കൗൺസിലിംഗ് ടു ദി ബെറീവ്ഡ് ഫാമിലി, മരണ വീട്ടിൽ നൽകേണ്ട കൗൺസിലിംഗ്. അപ്പോ ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രയാസവും ഒക്കെ ഉള്ള ഒരു സമയമാണ് പ്രിയപ്പെട്ടവരുടെ വേർപാട്, അല്ലേ? അതുകൊണ്ട് തന്നെ മരണദുഃഖം അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. ഇത് പ്രത്യേകം ട്രെയിനിങ് എന്നാൽ ക്രൈസിസ് കൗൺസിലിംഗ് പ്രത്യേകമുണ്ട്. അതില് ആ കൗൺസിലിംഗ് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ളവരെ കൗൺസിലിംഗ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മളിപ്പോ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല, അല്ലേ? നമ്മളെല്ലാവരും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, പക്ഷേ സമയം ഒരിക്കലും നിശ്ചയമല്ല. അപ്പോൾ ചിലവരാണെങ്കിൽ മരണം മുഖാമുഖമായി കണ്ട് മരിക്കും, ചിലവരാണെങ്കിൽ പെട്ടെന്നുള്ള മരണമാണ്, അല്ലേ? അത് ചിലപ്പോൾ കുടുംബങ്ങൾക്ക് വളരെ ഷോക്ക് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വേർപാട് മനുഷ്യനെ പല രീതിയിലാണ് അതും ബാധിക്കുന്നത്. അപ്പോ
ഹെബ്രായർ 9:27 വാക്യത്തിൽ വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോ മരണാവസ്ഥയിലായിരിക്കുന്ന വ്യക്തി അവർ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ ചിന്തിക്കും, ഓക്കെ, ഇത്രയും നാൾ എനിക്ക് ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞു, എന്നാൽ എൻ്റെ അവസാന സമയത്തിലേക്ക് ഞാൻ വന്നിരിക്കുമ്പോൾ പൂർണ്ണമായ പ്രത്യാശയോടെ ആയിരിക്കാൻ അവർ ആഗ്രഹിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ദേവദാസനോട് പറയും, പാസ്റ്ററിന്റെ ശുദ്ധീകരണത്തിനായി അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ പ്രത്യാശ തരാനായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാത്തവർക്ക് വളരെ പരാതികളും പരിഭ്രമങ്ങളും ഒക്കെ ഉണ്ടാകും, അല്ലേ? എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒന്നും എത്തിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനൊന്നും ചെയ്യാനോ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ദുഃഖം ചിലപ്പോൾ അവര് ഒത്തിരി പ്രതിസന്ധിയിലായിരിക്കും. നമ്മൾ പറയും, അല്ലേ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതാണ് ലാഭം, അല്ലേ? പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കർത്താവിന്റെ അല്ലെങ്കിൽ മിഷൻ ദൗത്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പ്രിയപ്പെട്ടവരുടെ ദുഃഖം നമുക്ക് വളരെ ദുഃഖം ഉണ്ടാക്കും, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് കരയരുതെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് അത് പറഞ്ഞു കേൾപ്പിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വാവിട്ടങ്ങ് കരയും, അല്ലേ? ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാര് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഷൗട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് അവർക്ക് ഒത്തിരി വേദന കൂട്ടത്തേ ഉള്ളൂ, കുറയ്ക്കത്തില്ല. നിങ്ങൾ ഇപ്പോ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിക്കത്തില്ല, പാടത്തില്ല, അതല്ല വേണ്ടിയത്. ശാന്തമായിട്ടുള്ള നമ്മുടെ സാന്നിധ്യം തന്നെയാണ്. അവിടെ പ്രാർത്ഥനയ്ക്കോ പ്രസംഗത്തിനോ പ്രസക്തി ഇല്ല. നമ്മൾ മരണവാർത്ത അറിഞ്ഞാൽ ഉടനെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെടാനും എത്രയും വേഗം അവിടെ ചെന്നെത്താനായിട്ടും ശ്രമിക്കുക. ഇതിലും മറ്റ് ഏതൊരു ഫോർമാലിറ്റി ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ വീട്ടുകാർ പറയട്ടെ എന്നുള്ള ആ ഒരു ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കാതെ എത്രയും വേഗം ചെന്നെത്തുകയും അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് അവര് അവിടൊപ്പം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ദേവദാസനെ കാണുമ്പോൾ കുടുംബാംഗങ്ങൾ വളരെയധികം പൊട്ടിക്കരഞ്ഞെന്ന് വരാം. സഹോദരന്മാരെ ഒന്ന് ആലിംഗനം ചെയ്തു, സഹോദരിമാരെ ഒന്ന് കൈകൂപ്പി അവരെ ഒന്ന് വിഷ് ചെയ്തു, നമ്മൾ മൗനമായിട്ട് അവരോടൊപ്പം ആയിരിക്കും. നമ്മുടെ വാക്കുകളൊക്കെ അവിടെ ഹെൽപ്ലെസ് ആണ്. വാക്കുകളൊന്നും അവിടെ പ്രസക്തിയില്ല, നമ്മുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവ് എന്താ ചെയ്തേ? ലാസറിന്റെ കല്ലറയ്ക്കൽ മുമ്പ് വന്നിട്ട് എന്ത് ചെയ്തു? കണ്ണീർ വാർത്തുന്നല്ലേ, ജീസസ് വെപ്റ്റ്. അപ്പോ എന്ന് പറഞ്ഞാൽ സഭാപ്രസംഗം എന്ന് പറഞ്ഞു, അല്ലേ, ജനന ദിവസം മരണ ദിവസം ജനന ദിവസത്തെക്കാൾ ഉത്തമം. വിലാപ ഭവനത്തിൽ പോകുന്നതാണ്, വിരുന്ന് വീട്ടിൽ പോകുന്നേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നതാണല്ലോ, അതല്ലേ മനുഷ്യന്റെ അവസാനം. അപ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട കാര്യം, ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ വാവിട്ട് നിലവിളിക്കും, അല്ലേ, എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ അവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്ത. ഓക്കെ. അപ്പോ ഒരു കൗൺസിലർ എന്ന നിലയിൽ അവരുമായിട്ട് നമ്മുടെ സാന്നിധ്യം അവർക്ക് ഒത്തിരി ആശ്വാസം പകരും. നമ്മുടെ വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല. മൗനമായിട്ട് നിൽക്കുക. ഒരു വ്യക്തി അവരെ കാണുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട കാണുമ്പോൾ അവരുടെ സങ്കടം പൊട്ടി, അല്ലേ? അപ്പോ എന്ത് ചെയ്യണം? അവരല്പം കുറെ സമയം നമ്മൾ അവിടെ നിൽക്കുമ്പോഴേക്കും അവര് ആ ഒരു തീവ്രമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് ഇച്ചിരി കൂൾ ഡൗൺ ആകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നാം തന്നെ ചോദിക്കാതെ അവരെ നമ്മോട് പറയും, അല്ലേ, ഇന്ന കാരണമായിരുന്നു, ഇന്ന. അപ്പൊ നമുക്ക് പറയണം, അത് മൗനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇടയിൽ കയറി നമ്മൾ എന്ത് ചെയ്യരുത്? അവർ പറയുമ്പോൾ ആ വേദന പുറത്തു പോവുകയാണ്. അതാണ് കൗൺസിലിംഗ്, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഒരു വ്യക്തിയോട് നമ്മൾ തുറന്നു പറയുമ്പോൾ ആ പ്രയാസത്തിന്റെ തീവ്രത, ഇന്റൻസിറ്റി കുറയാണ്. അപ്പോൾ അവരെന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മൗനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെ കേട്ടുകൊണ്ടിരിക്കുക. അവരങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് സ്വയം ആശ്വാസം കിട്ടുകയും
നമുക്ക് പറയാം അല്ലെ. മരണം ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ. ഉം. അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. പ്രകൃതി അല്ലെങ്കിൽ ഒരു സനാതന സത്യമാണ്. പക്ഷേ സമയം നിശ്ചയമല്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ഇതായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ ആയുസ്, അമ്മാമ്മയുടെ ആയുസ് ഇത്ര ആയിരുന്നു. ദൈവം ആയുസ് പൂർത്തീകരിച്ച് ദൈവം അവരൊക്കെ വേണ്ടി ഒരുക്കപ്പെട്ട ഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഇവിടെ ആബ്സെന്റ് ആയി, നിത്യമായ ഭവനത്തിൽ പ്രസന്റ് ആയി. ഇവിടെ നമ്മൾ കരയുന്നു, സ്വർഗത്തിൽ സന്തോഷമാണ് അല്ലെ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് അവരെ കുറിച്ച്, അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മൗനമായിട്ട് കേട്ടോണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം മൗനമായിട്ട് കേട്ടോണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി അന്തരീക്ഷം സോൾവ് ആകുമ്പോൾ ചേർന്ന് ആശ്വാസ ഗീതങ്ങളോ ദൈവിക വചനങ്ങളോ നമുക്ക് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പാടാനായിട്ട് അത് ഒത്തിരി അവർക്ക് എന്ത് ചെയ്യും, ആശ്വാസം പകരാനായിട്ട്. അപ്പോൾ തന്നെ സ്ലോവിൽ നമ്മൾ ദൈവ ഇഷ്ടം, പ്രിയ വ്യക്തിയെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം നിറവേറി കഴിഞ്ഞു എന്നുള്ളത് പറയുകയും തുടർന്ന് നമുക്ക് ചെയ്യേണ്ടുന്ന ഈ ഭൗതിക ശരീരത്തിൽ ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങൾ അല്ലെ, അവരോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ആദരസൂചമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കണം. ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അറിയിക്കാനായിട്ട്, എല്ലാവരും അറിയിക്കാനായിട്ട് സാധിച്ചില്ലെന്നേക്കാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചു എല്ലാവരെയും അറിയിച്ചോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബന്ധുക്കളെ അറിയിച്ചോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. ആരെങ്കിലും അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. മറ്റ് ക്രമീകരണങ്ങൾ അല്ലെ, മോർച്ചറി, അതുപോലെ ശ്രമിച്ച് മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട മരണാനന്തര ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ച് സമയം ക്രമീകരണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ അവരോടൊപ്പം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം തന്നെയാണ്. അപ്പോ ഇത്തരത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർ പലരും പല ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. പക്ഷെ എല്ലാ ചോദ്യത്തിനും നമുക്ക് മറുപടി കാണത്തില്ല. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എന്ന് പറയുന്നത് മൗനമായിട്ടുള്ള നമ്മുടെ സാന്നിധ്യമാണ്. ഞാനൊരു ഗ്രാമപ്രദേശത്തിലുള്ള ഒരു സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളല്ല. അപ്പോ ഞങ്ങളുടെ സഭയിൽ വർഷങ്ങളായിട്ട് ഒരു ആന്റി, 2 പെൺമക്കളും വരും. അപ്പോ അവരുടെ പെൺമക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോഴും മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ആ മക്കളും അമ്മയും സാക്ഷി പറയുന്ന വിഷയമാണ്, എന്റെ പിതാവിന്റെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറി ഞങ്ങൾ ഈ വർഷത്തെങ്കിലും കുടുംബമായിട്ട് ആരാധനയ്ക്ക് വരണം എന്നുള്ള പ്രാർത്ഥന ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാനും കൗൺസിലിംഗ് ചെയ്യും. അങ്കിൾ ഇങ്ങനെയൊക്കെ ആയ പോരാ, നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നും ഞങ്ങളോട് പറയും, പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണമെന്നും ഞങ്ങൾ അങ്കിളിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്കിളും കൂടെ ഒരു തീരുമാനം എടുക്കണം. സ്വയം നമ്മൾ നന്നാകാൻ ശ്രമിക്കാതെ ഒരിക്കലും അത് മാറ്റാൻ കഴിയുകയില്ല ഒക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഉപദേശവും ബൈബിൾ പരമായിട്ടും ഒക്കെ പറഞ്ഞു സഭയായിട്ടും പ്രാർത്ഥിച്ചു. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, ഈ വ്യക്തി മരണപ്പെടാനായിട്ടിടയായി. അപ്പോ ഇതുപോലെ തന്നെ മരണ വാർത്ത അറിഞ്ഞ് പെട്ടെന്ന് ഞാൻ പോയി വാവിട്ട് കരയുകയാണ്. കുറെ കഴിഞ്ഞിട്ട് അവരുടെ ഇളയ മകൾ അവിടെ ഇരുന്ന് എന്നെ ചോദിക്കണം, പാസ്റ്ററെ അപ്പായ്ക്ക് വേണ്ടി, തമിഴിൽ പറയുകയാണ്, അപ്പായ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് ആണ്ടവർ പോലും കൈവിട്ടല്ലോ എന്ന്. അല്ലെ, നമുക്ക് അവിടെ ഒരു ആൻസറും ഇല്ല. നമുക്ക് അപ്പോഴും പറയാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം ഇതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മൗനമായിട്ട് കേട്ടോണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു. അവള് കംപ്ലൈന്റ് ആയിട്ടല്ല പറഞ്ഞത്, ദൈവത്തിന് പോലും അപ്പായ്ക്ക് പള്ളി വരുന്ന ഇഷ്ടമില്ലല്ലോ, ഇല്ലായിരുന്നല്ലോ എന്ന ആ ഒരു നിസ്സഹായതയോടുകൂടിയാണ് ചോദിച്ചത്. പള്ളിയിൽ പോലും വന്നില്ലല്ലോ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ അവിടെ മറുപടി പറയാനായിട്ട് പോകണ്ട, മൗനമായിട്ട് കേട്ടോണ്ടിരിക്കുക. ആ ദുഃഖം അതീവമായ ദുഃഖം വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആശ്വാസ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ മറുപടി നമുക്ക് വചനത്തിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയല്ലേ. ദൈവം ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ കുറിച്ചുള്ള സകലവും ദൈവം എഴുതിയിട്ടുണ്ട് അല്ലെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അല്ലേ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ നന്മതിന്മകളെ തിരിച്ചറിയാനായിട്ടുള്ള
ആ അറിവും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തിരസ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ദൈവത്തിന് ഓരോ വ്യക്തിക്കും ഒരു സമയമുണ്ട്. ആ സമയം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ യാത്ര പറയാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യം ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, അല്ലേ. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് എന്തോ പ്രാർത്ഥിക്കാൻ പറ്റും? ഈ അച്ഛനെ സ്വർഗത്തിലേക്ക് ചേർത്ത് കൊണ്ടതിനെ നന്ദിയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അല്ലേ. എങ്കിലിന് ദൈവം ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് എവിടെയാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥന വാചകങ്ങൾ ചിലപ്പോഴൊക്കെ വെള്ളമടിച്ച് മറ്റുള്ള അല്ലെങ്കിൽ ബൈക്ക് അപകടത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ആയിരിക്കും മരിച്ചത്, അല്ലേ. അവിടെ പോയിട്ട് നമ്മൾ വിശുദ്ധരാക്കി നമ്മൾ മുകളിലോട്ട് കയറ്റി വിടേണ്ട കാര്യമില്ല, അല്ലേ. ഈ വാക്യങ്ങൾ ഉച്ചരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ വ്യക്തിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക്. അത് എവിടെയാകാം, സ്വർഗത്തിലാകാം, യാതന സ്ഥലത്താകാം. ദൈവത്തിന് പ്രസാദമാണ് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണം, അല്ലേ. അപ്പൊ നമ്മുടെ വാചകങ്ങൾ ഇവർ പിടിക്കും, അല്ലേ. എന്നാലും പാസ് അങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു, അല്ലേ. എന്നൊക്കെ ചില മരണ വീട്ടിലൊക്കെ പോകുമ്പോഴല്ലേ ചിലപ്പോ വെള്ളമടിച്ച് ഒക്കെ ആയിരിക്കും മരിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യയായിട്ടൊക്കെ ആയിരിക്കും മരിച്ചത്. പ്രസംഗങ്ങളൊക്കെ ഗംഭീരം പ്രസംഗമായിരിക്കും, അല്ലേ. അതുവരെ അജയനെ കാണാത്ത വ്യക്തികളായിരിക്കും അനുശോചനം എന്ന വാക്ക്, അല്ലേ. ഇന്നൊക്കെ പ്രസംഗങ്ങളെക്കാൾ, അല്ലെങ്കിൽ അന്ന് ഒത്തിരി പൊതുവായിട്ട് ആൾക്കാർ വരുന്നതാണ് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാല്ലേ, അതിന് പേര് അനുശോചനമാണല്ലേ. അനുശോചനം രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ല ഇങ്ങനെ ഒരു അനുശോചനം. എന്നിട്ടും കൊണ്ട് നമ്മൾ പൂ വയ്ക്കത്തില്ല, അല്ലെങ്കിൽ നല്ല സ്ലൈഡ് വെക്കത്തില്ല. ഈ ഡെഡ് ബോഡിയിൽ പൂക്കള കളിയാണ്. പിന്നെ ഇതൊക്കെയാണല്ലേ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പൂർത്തങ്ങ് മണപ്പിച്ച് ഒരു ഇച്ചിരി സന്തോഷം പ്രാപിക്കുമായിരുന്നു, അല്ലേ. ആ പൂവിന്റെ മണം ഒന്ന് അവർ ആസ്വദിക്കുമായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചല്ലോ എന്ന്. മരിച്ചു കഴിഞ്ഞിട്ട് ആർക്കാ, അല്ലേ. അപ്പൊ ഇത് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അവസ്ഥകളാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ ഓക്കെ, ജീവിച്ചിരിക്കുമ്പോൾ തുണി ചിലപ്പോ മാറി കൊടുക്കാൻ ഒരു തുണി കാണത്തില്ല. മരിക്കുമ്പോൾ ഓരോ കുടുംബത്തിനെ പ്രതികരിച്ചാണ് ഓരോ തുണി ഇട്ട് കൊടുക്കുന്നത്. അവസാനം ഈ പെട്ടി അടയ്ക്കാൻ പോലും പറ്റത്തില്ല, അത്രയും തുണിയാണ്. കുറെ തുണി പിന്നെ മാറ്റി വെച്ചിരിക്കേണ്ട അവസ്ഥകൾ വരും, അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വീക്ഷിക്കുകയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കാനായിട്ട് കഴിയുകയില്ല. പല ചോദ്യങ്ങൾ അവർക്കുണ്ടാകാം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിങ്ങനെ സംഭവിച്ചു, ഒരു ദൈവം ഇത്രയും ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചു കളയും ചിലപ്പോഴൊക്കെ. ചിലപ്പോ പാസ്റ്ററോടും ദൈവ മക്കളോടും ഒക്കെ ചിലർക്ക് അവർക്ക് വെറുപ്പുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒരു പാസ്റ്റർ നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമാപൂർവം പെരുമാറണം. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണം മാത്രമാണത്. ആ വേദനയുടെ തീവ്രത കൊണ്ടുണ്ടാകുന്ന, അതിൽ നിന്നുളവാകുന്ന ചോദ്യങ്ങൾ മാത്രമാണ്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിന്നല്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ ഓക്കെ, പലതരത്തിലുള്ള ദുഃഖമാണ് അവരെ ബാധിക്കുന്നത്. അപ്പൊ കുടുംബത്തിന്റെ നിലനിൽപ്പ് ഇനി എങ്ങനെയാണെന്നും, സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്, കുഞ്ഞുങ്ങളുടെ ഭാവി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകളായിരിക്കാം അവരെ അലട്ടുന്നത്. അപ്പോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസ പ്രാർത്ഥനകളും ദൈവികമായിട്ടുള്ള ആശ്വാസ വചനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. ടൈം ടു ടൈം, അല്ലെങ്കിൽ ഓരോ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ള ഭവനക്കാരെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവരെ വിസിറ്റ് ചെയ്യുകയും അവരോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോഴവർക്ക് മനസ്സിലാകും ഈ അഗാധ ദുഃഖത്തിലും പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാകാനായിട്ട് ഇടയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശാന്തമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് ഉള്ള കൗൺസിലിംഗ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളത്. അപ്പോൾ മറ്റു 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ചിന്തിച്ചു. ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ്, കുറ്റബോധത്താലായിട്ടുള്ളവർക്കുള്ള കൗൺസിലിംഗ്, വിഷാദ രോഗികൾക്കുള്ള കൗൺസിലിംഗ്, പൈശാചികമായി പോരാട്ടങ്ങളിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ്. ഇന്ന് നമ്മൾ രോഗികൾക്ക്
രോഗത്താലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്, പിന്നെ മരണ വീട്ടിൽ നൽകേണ്ടുന്ന കൗൺസിലിംഗ്, അല്ലെങ്കിൽ ബെറീവ്ഡ് ഫാമിലിക്ക് നൽകേണ്ട കൗൺസിലിംഗ് ഫോർ ദ ബെറീവ്ഡ് ഫാമിലി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചതും. ദൈവിക പദ്ധതി പ്രകാരം നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇത്രത്തോളം പഠിക്കാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. പലരും നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ അവസാന സമയങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ കോഴ്സ് വീണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ, തുടക്കം മുതൽ പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഗ്രാജുവേഷൻ. അത് അങ്ങനെയുള്ളവരെ ഓഫീസിൽ നിങ്ങൾക്ക് അറിയിപ്പ് തന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇതിന്റെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് 1-2 ആഴ്ചക്കകം നിങ്ങൾക്ക് അത് നൽകുന്നതാണ്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനും വായിക്കാനും നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ സെമിനാർ അവതരിപ്പിക്കാനോ ഒക്കെ അത് സഹായമാകും. ഇതിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നത് പോലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡോണ്ട് വറി, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ തന്നെ കൗൺസിലിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സെമിനാരിൽ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും തോന്നുന്നു അല്ലെ കൗൺസിലിംഗിന്റെ ക്ലാസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമാകും. 1 ഇയർ കോഴ്സ് ആണെന്ന് തോന്നുന്നു ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ സഹായമാകും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് അത് പഠിക്കും. ഓക്കെ, ദൈവം തരണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് പാസ്റ്റർ അല്ലേ? പാസ്റ്റർ, ഒരു ഇടയന്റെ ക്വാളിഫിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ്, ഇതൊക്കെ പഠിച്ചു. പിന്നെ പാസ്റ്റർ കെയർ എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻ. പിന്നെന്തൊക്കെയാ? ഓക്കെ, എല്ലാവർക്കും പഠിച്ചതിൻ്റെ ഉള്ള ലെക്ചർ നോട്ട് ഉണ്ടാകാം. എങ്കിലും ഈ വിഷയത്തെ സംബന്ധിക്കുന്ന നോട്ട് ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം. ആർക്കെങ്കിലും അല്ലെങ്കിൽ ഡൗട്ടായിട്ടല്ലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പോയിന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട്. ഇന്ന് കുറച്ചുപേർ ആബ്സെന്റ് ആണോ? പക്ഷേ ആ കൗൺസിലിംഗിന്റെ കൗൺസിലിംഗിന്റെ 1 കോഴ്സ് എന്ന് പറഞ്ഞില്ലേ? ഏതാ? കൗൺസിലിംഗിന്റെ 1 ഇയർ കോഴ്സ്, അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ പക്ഷേ? ഓക്കെ, എനിക്കൊന്ന് നമ്മുടെ ജോൺസൺ സാറ്, ജോൺസൺ CP അജയൻ പഠിക്കുന്നുണ്ട്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ചെയ്തോ? അജയനോട് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സെമിനാറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അതിന്റെ ബ്രൗഷർ അയച്ചു തരും. 1 ഇയർ കോഴ്സ് ആണ് അതിന്റെ. കോൺടാക്ട് ചെയ്താൽ മതി. ട്യൂസ്ഡേ ആണ് എന്റെ ക്ലാസ് ഉള്ളത്. രാത്രിയിലെ ട്യൂസ്ഡേയിലെ 8:30 തൊട്ട് 8 തൊട്ട് 10 വരെ. 8:30 മുതൽ 10 മണി വരെ. 8:30 മുതൽ 10 വരെ. അതെ, അതെല്ലാം എവറി ട്യൂസ്ഡേ ആണ്. എല്ലാ ചൊവ്വാഴ്ചയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. അങ്ങനെ ആക്കിയതാ. ചിലരുടെ അസൗകര്യം പ്രമാണിച്ച് ഈ വർഷം ആക്കി. ബുധനാഴ്ച ദിവസമായിരുന്നു നേരത്തെ. 11 മണി വരെ ആയിരുന്നു നേരത്തെ ക്ലാസ്. ഈ വർഷം ആക്കിയതാ ചൊവ്വാഴ്ച. 8:30 തൊട്ട് 10 വരെ ക്ലാസ്. അത് 1 ഇയർ കോഴ്സാ. ഓരോ 2 മാസം കഴിയുമ്പോഴേക്കും ഓരോ ടോപ്പിക്. കൗൺസിലിംഗിന്റെ മാത്രമേ ഉള്ളൂ. ഫാമിലി കൗൺസിലിംഗ്, അഡോളസൻസ് കൗൺസിലിംഗ്, അഡിഷൻ കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിംഗ് ഞാൻ എടുത്തു. ഫാമിലി കൗൺസിലിംഗ്, പ്രീ മാരിഡ് കൗൺസിലിംഗ്, ഇതെല്ലാം ഓരോ ടോപ്പിക്കാണ്. അതൊരു ഓരോ സെഷൻ ഒരു 5-6 ക്ലാസ് കാണും ഓരോ സെഷൻ. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, സോസമാൻറ്റി എന്താ പറയാൻ വേണ്ടിട്ട് ഫോൺ ചെയ്തു?
പറയാം. ക്ലാസ് അനുഗ്രഹപ്രദമായിരുന്നു സാറ്. ഓ, പ്രൈസ് ലോർഡ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ക്ലാസ്. പഠിക്കാനായിട്ട് മനസ്സിലാക്കണം. അറിയാത്ത സാറ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയ ശുശ്രൂഷയെ കുറിച്ചുള്ള പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതൊരു വലിയൊരു അതെ, അനുഗ്രഹമായിരുന്നു. ഓക്കെ, അതെ, താങ്ക് യു. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതെ 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 ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട രീതി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വചനമൊക്കെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അതെ 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 ഇതിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം 100% നമുക്ക് ചിലപ്പം കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിലൊരു 10-75% നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഉം. ചിലതൊക്കെ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അന്നേരം ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ ചിലപ്പം തലയിൽ വരത്തില്ല. എന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തീർച്ചയായിട്ടും പഠിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരത്തില്ല. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു കോഴ്സ് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ശുശ്രൂഷയിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നവരാണ് എല്ലാവരും. പാസ്റ്റേഴ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് വൈഫ് ഉണ്ട്, ലേഡീസ് ഫെലോഷിപ്പിൽ ഉണ്ട്. നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും ശുശ്രൂഷയിൽ ഒന്നല്ലെങ്കിൽ മറ്റു, അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം അതെ, ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും അതിന് നല്ലൊരു പ്രചോദനം ചെയ്യുന്നുണ്ട്. വളരെ അനുഗ്രഹമായിരുന്നു. അതെ 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 പ്രധാനമായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഒന്ന് ഗുണദോഷിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ നമുക്കത് പ്രയോഗിക്കാൻ നല്ല ഫലവത്തായ ക്ലാസ് ആയിരുന്നു. അതെ 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 പ്രധാനമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ തന്നെ ഒന്ന് നമ്മളെ തന്നെ നോക്കും. സ്വയം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ അതെ കഴിവും കഴിവില്ലായ്മയും അതാണ് അതെ ഏറ്റവും വലിയ അതെ കാര്യം എന്ന് പറയുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ നമ്മൾ ഇതുവരെ എന്തായിരുന്നു ഇപ്പോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഒരു അവലോകനം ചെയ്യാനും ആ കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനും പറ്റും. ശ്രദ്ധിക്കാൻ പറ്റും. അതെ ഉം. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ പ്രൊഫഷനിലായാലും എല്ലാം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഇതിങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത് എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും ലൈക്ക് പാസ്റ്ററൽ കെയർ എല്ലാരും ചെയ്യുന്നുണ്ടെങ്കിലും അത് അതിന്റെ ഓരോ സിസ്റ്റം വൈസ് എങ്ങനെ അത് അടുക്കായിട്ട് പോകണം, അതിനകത്ത് ഓബ്സ്റ്റക്കിൾസ് എങ്ങനെ വരും, അതെങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യണം, ഓരോരുത്തരും ഡേ ടു ഡേ ലൈഫിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെ റൈറ്റ്. പഠിക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ അത്തന്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ശരി, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നല്ലതാ. ഞാനും ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ബി ഡി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് സഭാ ശുശ്രൂഷ കിട്ടിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങളാണല്ലോ ഞാൻ പഠിപ്പിച്ചതും ചെയ്തതും അത് പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഇപ്പോ സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഓക്കെ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഞാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്തുള്ളൂ. എങ്കിലും ഞാനും പാസ്റ്റർ സാറ് പറഞ്ഞതുപോലെ തന്നെ BTH പഠിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് പഠിച്ചു. എന്നാൽ അതൊന്ന് റീകളക്ട് ചെയ്തിട്ട് പ്രാക്ടിക്കൽ രീതിയിൽ എങ്ങനെ അനുഭവമാക്കാം എന്നുള്ളതിനെ കുറിച്ച് അധികമായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം സഹായിച്ചു. അതൊരു വലിയൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയ മുതൽക്കൂട്ടാണ്. കാരണം ഞങ്ങള് ഞാൻ മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വില്ലേജിലൊക്കെ പോകുമ്പോഴേ അനേകര് വളരെ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ അവരോടൊക്കെ ഒന്ന് പറയാൻ ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഉദാഹരണം ഒരനുഭവം ഞാൻ പറയാം. ഞങ്ങളുടെ സഭയിൽ ഒരു ഹിന്ദു കുടുംബം കടന്നു വന്നു. ഹിന്ദു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വന്നിട്ടില്ല, 2 മക്കളുണ്ടായിരുന്നു അവർക്ക്. ആ 2 മക്കളും എഞ്ചിനീയർമാരാണ്. അവർ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഫുൾ ടൈം ട്രെയിനിങ്ങിന് പോയി. അവർ കർത്താവിൻ്റെ വചനമൊക്കെ പഠിച്ച് പിന്നെ ഈ ഇംഗ്ലീഷിൽ നിന്ന് മറാഠിലോട്ട് ടൈറ്റിൽ ബുക്സുകളൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് കോവിഡ് വന്ന സമയത്ത് അതിൽ ഒരു മോന്, അത് 30 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് ആ മോൻ അങ്ങ് മരിച്ചുപോയി. കോവിഡ് വന്ന സമയത്ത് അവനങ്ങ് മരിച്ചുപോയി. അവൻ്റെ അവനും മരിച്ചു, അവൻ്റെ പിതാവും മരിച്ചുപോയി. 2 പേരും മരിച്ചു. അപ്പോൾ അവൻ്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവൻ്റെ അമ്മ വരത്തില്ല, മീറ്റിങ്ങിനൊന്നും വരത്തില്ല. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നത്, അമ്മ സ്നാനപ്പെട്ടതാ, അമ്മ പറയുന്നത്, ഞാൻ
എന്നെ നോക്കണ്ട, എൻ്റെ ഹസ്ബൻഡിനെ നോക്കണ്ട. കാരണം എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആയിരുന്നു. അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചവനല്ല. പക്ഷേ ഈ മോനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി കർത്താവ് അവനെ എടുത്തു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ എന്നോട് ചെയ്തത്? പക്ഷെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു ആൻസർ കൊടുക്കാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഇതാ എന്നോട് പറയുന്നത്. പക്ഷെ ഞാനും എൻ്റെ കർത്താവിനോട് പറയാം, അപ്പച്ചാ എനിക്ക് ഇതിനൊരു ആൻസർ കൊടുക്കാൻ എങ്ങനെ കഴിയും? എനിക്കറിയത്തില്ല, ആരോട് പറയാനാ. പക്ഷെങ്കിൽ ഈ കൗൺസിലിങ്ങിൽ കൂടിയൊക്കെ കുറേയൊക്കെ കർത്താവ് എങ്ങനെ ആയിരിക്കണം, നമ്മൾ എങ്ങനെ ആയിരുന്നാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ഇതെല്ലാം ഇപ്പോഴാണ് സാറ് പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് അനുഭവിക്കുന്നത്. ഈ കൗൺസിലിങ്ങിൻ്റെ ഈ അനുഭവം പഠിച്ചത് അനുഭവിക്കുന്നത് അതൊരു വലിയ കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നു. കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞു തരാൻ ദൈവം സാറിനെയും കർത്താവ് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആമേൻ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു താങ്ക് യു. അനുഭവമുണ്ട്. ഒരു അമ്മ മരിച്ചു. ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളിൽ നിന്ന് കടന്നു വന്ന 2 പെൺകുഞ്ഞുങ്ങൾ. അപ്പം മരണത്തിന് മുമ്പേ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ബന്ധുമിത്രാദികളെല്ലാം കൂടി അവർ പറഞ്ഞു ആ രീതിയിൽ അവർക്ക് ഇത് പിന്നെ ബോഡി ദഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ 2 പേരും വളരെ ഭാരപ്പെട്ടു. എനിക്ക് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, സാരമില്ല, നമ്മൾ ആത്മാവ് യേശുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, അവർക്ക് ബോഡി വിട്ടുകൊടുക്കുക, നമ്മൾ അതിനകത്ത് വഴക്കുണ്ടാക്കരുതെന്ന്. അവരത് ബോഡി വിട്ടുകൊടുത്തു. എന്നാൽ ആ രാത്രിയിൽ ഇവര് ദഹിപ്പിച്ചിട്ട് ആ ചാരം ഒരു പാത്രത്തിൽ അകത്താക്കി മുറിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മുറി പൂട്ടിയിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ഇതിനകത്ത് കയറരുത്, ഞങ്ങൾ മാത്രം ഇരുന്നാൽ മതി. പിന്നെ നിന്റെ അമ്മ എന്തായി, കാക്കയായോ പൂച്ചയായോ പട്ടിയായോ ആരായെന്നുള്ളത് രാവിലെ നമുക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വളരെ ഭാരത്തോടെ വെളി മുറിയിൽ ഇരിക്കുക. അപ്പൊ എപ്പോഴും എനിക്കിങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമ്മുടെ. പക്ഷേ രാവിലെ 5 മണി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവർക്ക് അത് തുറന്നിട്ട് സീമയെ വിളിച്ചു. സീമ, മീനു ഇങ്ങോട്ട് ഓടി വന്നേ, നിന്റെ അമ്മ എന്തുവായെന്ന് നോക്കിക്കേ, ചാരത്തിനകത്ത് പതിഞ്ഞു. കുഞ്ഞുങ്ങൾ ഓടിപ്പോയി, എന്തുവായിട്ടാ, പൂച്ചയാണോ പട്ടിയാണോ എന്തുവാ, ഇവരെന്തോ പറയാനാ പോകുന്നതെന്ന് വെച്ച് ഓടിപ്പോയി ആ ചാരത്തിൽ കുനിഞ്ഞു നോക്കിയപ്പം അതിനകത്ത് വലിയൊരു കുരിശടയാളം അതിനകത്ത് കണ്ടു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് ആ കുരിശത് വെളിപ്പെടുത്തി. അവർ തന്നെ പറയാ, നിന്റെ അമ്മ സമാധിയിലായി, ഇനി നിനക്കൊന്നും. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന വെച്ചു. അപ്പൊ ഇവരെല്ലാം കൂടി വന്നു. അപ്പൊ കൂടി വന്നപ്പോൾ രക്ഷയെക്കുറിച്ചും യേശുവിനെ കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള വചനം കൊടുക്കുവാൻ തക്കണം ദൈവം സഹായിച്ചു. അപ്പം ഈ ക്ലാസ്സുകൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് ഇത്രയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇപ്പം ഞാൻ ഓർക്കുക, ഇതൊക്കെ കുറെയൊക്കെ അന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അവരെ ധൈര്യപ്പെടുത്തി വെക്കാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ എനിക്ക് തോന്നുകയായിരുന്നു. ഇപ്പൊ സാലി അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത്. സ്തോത്രം, സാറ് നന്നായി ഞങ്ങളെ പഠിപ്പിച്ചു. അത് വലിയൊരു ഉപകാരമാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സർ, ഒരു സജഷൻ പറയാനുള്ളത്, ഈ പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അവര് ഏതർ ഒരു സെമിനാറോ സിമ്പോസിയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പള്ളിയിൽ നടത്തുമ്പോ, ഈ ലേഡീസ് മീറ്റിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ഒരു പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ളവരോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് നേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അവർ മൈൽ സ്റ്റോൺസ് അനുസരിച്ച് പറയുകയും ആ മൈൽ സ്റ്റോണിൽ നമ്മൾ എന്ത് കെയർ ആണ് കൊടുക്കേണ്ടത്, ആ മൈൽ സ്റ്റോണിൽ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്നൊക്കെ ആ പ്രാർത്ഥനയോട് കൂടിയൊക്കെ തന്നെ അവരത് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എന്താണ് കുഞ്ഞിനെ വളർച്ചയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അവർക്ക് നമ്മൾ മാനസികമായിട്ട് അവർക്ക് വളർച്ചയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത്, അപ്പൊ അതിനോട് ചേർന്ന് അവര് വചനം കൂടെ ചേർത്ത് പറയുമ്പോൾ അത് അവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഒരു മക്കൾ വളർന്നു വരുന്ന സ്റ്റേജിൽ അവരെ കൊണ്ടുവരാനായി സഹായിക്കും അത്. അതെ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയ്ക്ക് ക്ലാസിന്റെ ഇടയ്ക്ക് നമ്മൾ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. അത് അല്ലെ, നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ. ആക്ച്വലി ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്, പിന്നെ ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, ഇത് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ 21 7 ഒക്കെ നടത്തുമ്പോൾ 1 2 ദിവസം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു സെമിനാർ പേരൻസിന് വേണ്ടിയിട്ട്
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നടത്തുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പം സിസ്റ്റർ പറഞ്ഞതുപോലെയും ചെയ്താലും അത് നല്ലതാണ്. ഇപ്പം ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. അവരെ പിന്മാറി പോകുമ്പോൾ എന്താണ് അവർ പിന്മാറ്റത്തിലായിരിക്കുന്നതിന്റെ റീസൺ നമ്മൾ കണ്ടെത്തണം അല്ലേ. എല്ലാം പിശാചിന്റെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കരുത് അല്ലേ. നമ്മൾ പൈശാചിക പോരാട്ടത്തിലുള്ളവർക്കുള്ള കൗൺസിലിംഗ് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞത്. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് വന്നാലും അത് പിശാചിന്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് എസ്കേപ്പ് ആകുന്നവരുണ്ട്. അതൊന്നുമല്ല. അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം. അപ്പോൾ കെട്ടുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. അഴിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ. അനുഗ്രഹവും ശാപവും കഴിഞ്ഞ ദിവസം നാവിന്റെ സുമാൻറ്റി തുമ്പത്തിരിക്കുന്നതാണ്. ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. സുമാൻറ്റി ഒരു സ്റ്റാറ്റസ് ഇട്ടു. അതിൽ ഓരോ സ്റ്റേജിലും കുഞ്ഞുങ്ങളുടെ അടുത്ത് അത് വളരെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആയിരുന്നു. 5 വയസ്സ് മുതൽ നമ്മളൊരു കുഞ്ഞിനോട് എന്താണ്, 5 വയസ്സ് വരെയുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളത് കുഞ്ഞിനോട് നമ്മൾ എന്താണ് എക്സ്പെക്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ചെയ്യാതെ ആ കുഞ്ഞിനോട് 5 വയസ്സിൽ ചെയ്യേണ്ട കുഞ്ഞിനോട് 30ാമത്തെ വയസ്സിൽ ചെന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് അവനെ മോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആന്റി ആയിട്ടിരുന്നത് അതിനകത്ത്. അപ്പൊ ഞാൻ ഇത് അന്നേരം ഞാൻ ഇത് ഓർത്ത് ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ എന്ന്. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്താലും തെറ്റില്ല. അത് മോള് അവളുടെ സ്റ്റാറ്റസ് ആയിരുന്നു. അപ്പൊ അത് എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അതെടുത്ത് സ്റ്റാറ്റസ്. മോള് കൗൺസിലർ അല്ലേ? ഓക്കെ. എന്റെയും അനുഭവം നല്ലതായിരുന്നു. ഞാൻ ഒത്തിരി ആക്ച്വലി ഓൺലൈൻ ക്ലാസ്സിന് ഞാൻ പഠിപ്പിച്ചു. ഈ കൊറോണ കഴിഞ്ഞ മുതൽ ആണല്ലോ കൂടുതലും ഓൺലൈൻ ബൈബിൾ കോളേജുകളിൽ ഓൺലൈൻ വന്നത്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പറയാതെ തന്നെ ആദ്യം ഉടനത്തെ അവസാനം വീഡിയോ ഓൺ ചെയ്യുക മാത്രമല്ല, ആ ക്ലാസ്സിന് നല്ല ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചും ഒക്കെ ആയിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ പേരൻസിനോടും വൈഫിനോടൊക്കെ പറഞ്ഞു മറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ പ്രോഗ്രാമിനേക്കാൾ ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും തന്നെ കൃത്യ ടൈമിന് മുമ്പ് തന്നെ ജോയിന്റ് ആകും. 1-2 പേര് ഇന്നിപ്പോ ഞാൻ ആക്ച്വലി ഇന്ന് 6:25 മുതൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നെറ്റ് എന്തോ കറക്ഷൻ വന്നതുകൊണ്ട്. അപ്പൊ 1-2 പേർ സാർ ഇന്ന് ക്ലാസ്സിന് ഉണ്ടാകത്തില്ലേ, കയറത്തില്ലേ എന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം ഉണ്ടായി. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായം ഒരു നമ്പർ മാത്രമാണെങ്കിലും ആ താല്പര്യം ദൈവം നിങ്ങൾക്ക് തന്നല്ലോ എന്നുള്ളതാണ്. വളരെ സന്തോഷം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ നിന്നും മനസ്സിലാക്കാനും ഒത്തിരി എന്തോ എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ശുശ്രൂഷയിലും ഒക്കെ ഒത്തിരി ധൈര്യം ഊർജവും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് നന്ദി. നിങ്ങളുടെ ഈ ഒരു സന്തോഷം, ഉത്സാഹം എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരട്ടെ. അതാണ് വചനം പറയുന്നത്, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ നാം ആയിരിക്കുന്ന മേഖലകളിൽ. ഇപ്പോൾ ഓരോരുത്തരും ഔദ്യോഗിക ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു പാസ്റ്റർക്ക് എത്തിപ്പെടാൻ പറ്റാത്തടത്ത് നിങ്ങളുടെ ആ മേഖലകളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അനേകരെ സുവിശേഷത്തെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത സെമസ്റ്ററുകളിലും പഠിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ സന്തോഷം നമുക്ക് നിലനിർത്താം. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആർക്കെങ്കിലും മറ്റേതെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് സാറേ എനിക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ അമ്മ ചോദിക്കുന്നത് ദൈവം എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ, എന്റെ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പം അതിനൊരു ആൻസർ പറയാന് സാറിനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നെ ഈ കാര്യത്തില്? കാരണം അതെങ്ങനെ അവർക്കൊന്ന് അവരോടൊന്ന് പറയാനോ ഉള്ള എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അവർ മറാഠിയാണ്. എന്നിട്ട് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും എനിക്കറിയാം അത് ഫലമാകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അത്രമാത്രം ഡീപ്പായിട്ടുള്ള വേദനയിൽ കൂടെ കടന്നു പോകുന്നത് ഇപ്പോഴും. അതുകൊണ്ടാണ് അത്രയും വലിയ പ്രയാസം. എത്ര പറഞ്ഞാലും പുള്ളിക്കാരി സ്നാനപ്പെട്ട വ്യക്തിയാ. അതിനുശേഷം ആ മോൻ മരിച്ചതിന് ശേഷം അവര് സഭായോഗത്തിനൊന്നും വരത്തൊന്നുമില്ല. ഞങ്ങള് വല്ലപ്പോഴൊക്കെ വീടുകളിൽ പോയി ആ സിസ്റ്ററെ കാണും, പ്രാർത്ഥിക്കും, വരാം എന്നൊക്കെ പറയും. പക്ഷെ മീറ്റിങ്ങിലൊന്നും വരത്തില്ല. എന്നാലും ഈ ചോദ്യത്തിന് എനിക്കൊരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്റെ പോരായ്മയാണ്, ഞാൻ സമ്മതിക്കുന്നത്. എന്നാലും ആ
പോരായ്മ നികത്താൻ വേണ്ടി സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ആ സഹോദരിയോട് എങ്ങനെ പറയണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം. പക്ഷേ ഈ പിന്നെ സിസ്റ്റർ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായെന്നാ പറഞ്ഞേ? ആ സിസ്റ്റർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നുകൊണ്ടിരുന്നത് ഒരു 10 വർഷത്തോളം വന്നുകൊണ്ടിരുന്നത്. ഈ സംഭവം നടന്നിട്ട് എത്ര വർഷമായി മോൻ മരിച്ചിട്ട്? 2019 കൊറോണയുടെ സമയത്ത്. അപ്പോ 6-7 വർഷമായി. ഓക്കെ അതെ അതെ. ഓക്കെ. നമുക്ക് എന്തോ നമ്മുടെ അവരുടെ ആ വേദന അത്രയും വളരെ തീവ്രമായിട്ടുള്ള പ്രതിസന്ധിയാണ്, വേദനയാണ്. അപ്പോൾ നമ്മൾ എന്ത് അതെ പറഞ്ഞാലും അതെ. ആശ്വാസം കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. ഇല്ല അപ്പോൾ ഇല്ല. അതിനു വേണ്ടി ഒത്തിരി അവർക്ക് വേണ്ടി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ പിന്നെ അവർക്ക് ഒത്തിരി നമ്മുടെ സാന്നിധ്യം അവർക്ക് കൊടുക്കുക. ഓക്കെ. നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സാന്നിധ്യം കൊടുക്കുക. നമ്മുടെ വാക്കുകൾ സംതിങ് സൈലൻസ് ക്യാൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് അല്ലെ? നമ്മുടെ നിശബ്ദത ചിലപ്പോ നമ്മുടെ വാക്കുകളെക്കാൾ അവരെ പ്രചോദനം നൽകാനായിട്ട് ഇടയാകും. അതുകൊണ്ട് അവരെ കാണുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ പറയാതെ മറ്റേതെങ്കിലും ആത്മീയമായ കാര്യങ്ങളെ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. എന്റെ ഗ്രൂപ്പ്, നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എന്റെ നമ്പറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഇതൊരു ശുശ്രൂഷയാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞാനും GTSന് വേണ്ടി, ഗീഗോൺ തിയോളജിക്കൽ സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാം ഓർക്കും. എല്ലാവരുടെ പേരും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓരോ ക്ലാസ് ബേസെങ്കിലും സ്തോത്രം ചെയ്യും. നമുക്ക് ഗ്രാജുവേഷൻ വരുന്നുണ്ടല്ലോ, അപ്പോ എനിക്കൊന്ന് എല്ലാവരും വരത്തില്ലായിരിക്കും അല്ലേ? വരുന്നവരൊക്കെ കാണാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സർ. പ്രൈസ് ലോർഡ് സാറേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്. വളരെ കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് കാര്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുവാനായിട്ട് സാറിൽ കൂടെ സഹായിച്ചു. വളരെ നന്ദി. ഓക്കെ സാർ, താങ്ക് യു. സാറേ, ആ കൊച്ചിന്റെ സാറേ ഒരു കാര്യം ഓർപ്പിക്കാണ്ട്. ആ കുഞ്ഞ് ശുശ്രൂഷയ്ക്ക് പോയ മോൻ മരിച്ചുപോയില്ലേ? മരിച്ചുപോയെന്ന് പറഞ്ഞല്ലോ. ആ അമ്മയെ ധൈര്യപ്പെടുത്താൻ കഴിയുമല്ലോ. ആ മോൻ നിത്യതയിലുണ്ടല്ലോ. ആ മോൻ മരിച്ചുപോയ മോൻ നിത്യതയിലുണ്ടല്ലോ. അതല്ലേ നമ്മുടെ പ്രത്യാശ. അതെനിക്ക് തോന്നുന്നു അമ്മാമ പറഞ്ഞു. ധൈര്യപ്പെടുത്താമല്ലോ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സഹോദരിയോട് 100 വട്ടവും പറഞ്ഞു, നമ്മൾക്ക് പ്രത്യാശയുള്ളത് കർത്താവിൽ മാത്രമാണ്. ആ മോൻ കർത്താവിന്റെ അടുത്തേക്കാ പോയിരിക്കുന്നത്. എല്ലാവരെക്കാളും കൂടുതൽ പ്രതിഫലം ഉള്ളത് അവന് എന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പൈതലായിരുന്നു. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ അവൻ ബൈബിൾ സ്റ്റഡിക്ക് പോയി. അത് കഴിഞ്ഞുടനെ അവന്റെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ അവൻ വന്ന് കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു. അവന് കല്യാണം ഒക്കെ ആലോചിച്ച് അമ്മ അപ്പനും ഒരു വലിയ വീട് അങ്ങ് ആദ്യം പണിഞ്ഞിട്ട് മോന് വേണ്ടി പണിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് അങ്ങനെ അവർ ആഗ്രഹത്തോടെ നിന്നതായിരുന്നു. പക്ഷെ ആ മോൻ പ്രത്യാശയോടെ കടന്നുപോയി. ബട്ട് അവന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പുള്ളിക്കാരത്തെ നേടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം അത്രമാത്രം തകർന്ന ഒരു ഹൃദയമാ ആ അമ്മയ്ക്കുള്ളത്. അല്ല, ആ മോനുള്ള പ്രത്യാശ ഉണ്ടല്ലോ. അതുകൊണ്ട് മോൻ നിത്യതയിലുണ്ട്. പക്ഷെ ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥനയിൽ കൊടുത്താൽ തീർച്ചയായിട്ടും മടങ്ങി വരും. ഓക്കെ. പക്ഷെ ഇച്ചിരി ടൈം എടുക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പം പറഞ്ഞ കേട്ടില്ലേ, അവർ മോന് വേണ്ടി വിവാഹത്തിന് മുമ്പ് തന്നെ വീടും പണിതു. അപ്പൊ അവരുടെ പ്രതീക്ഷ എന്തുവാ? വീട് പണിതു. അത് മനസ്സിലായി. പക്ഷെ അത് മനസ്സിലായി. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അല്പസമയം മതിയല്ലോ. നോർത്ത് ഇന്ത്യയിലുള്ള പിന്നെ ആൾക്കാരെ നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവരുമ്പോൾ മലയാളികളെ പോലെ അല്ല. മലയാളികൾക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പക്ഷെ ഇവരോടൊക്കെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവരോടും കേരളത്തിലുള്ളവരോടും എല്ലാം ഒരുപോലെയാ. ഒക്കെ ശരിയാ. അപ്പൊ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്റെ കാര്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തീർച്ചയായിട്ടും അമ്മച്ചിയോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
തീർച്ചയായിട്ടും സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ആ സഹോദരിക്ക് കർത്താവ് ഒരു മടങ്ങിവരവ് കൊടുക്കാനും ഇതെല്ലാം സഹിക്കാനും ഉള്ള കഴിവ്, ആ പ്രത്യാശ ആ സഹോദരി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. കാരണം അത്രമാത്രം കഷ്ടത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ട് സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദൈവവചനം പഠിക്കുവാനായിട്ട് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല ദേശക്കാരും ആയിരുന്നുവെങ്കിലും കർത്താവ് ഇത് മുന്നമേ കണ്ടു. ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം, യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി പറയത്തക്ക വണ്ണം കർത്താവ് അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ പലരുമായിട്ട് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ദൈവസ്നേഹത്തിലായിരിക്കാനും തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. വിശേഷാൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാനൊക്കെ ഇടയാക്കി. പലർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അത് ക്രമീകൃതമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കപ്പെടുവാനൊക്കെ ഇടയായി. പഠിച്ച കാര്യങ്ങൾ ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അത് അധികമായി പ്രയോജനപ്പെടുത്തുവാനൊക്കെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെല്ലാം അവിടെ നിന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലരും പലവിധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കൗൺസിലിംഗ് ചെയ്യപ്പെടുവാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് പ്രിയ സാലി ജോൺസൺ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അവരുടെ വേദനകൾ അപ്പൊ ഈ കോഴ്സിലൂടെ കുറെ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കപ്പെടുവാനായിട്ട് ഇടയായി. അത് പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അടുത്തൊരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ ഇതിലൂടെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി എന്ന് കേൾക്കപ്പെടുവാൻ അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ തളർന്നിരിക്കുന്നവർ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനപ്രകാരം കർത്താവ് നിന്റെ മക്കളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. അവർ പഠിച്ച കാര്യങ്ങൾ വളരെ കഴിവോടുകൂടെ, സ്കില്ലോടുകൂടെ അത് ഉപയോഗിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ജ്ഞാനവും അവിടെ നിന്ന് പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ക്ലാസ്സിന് കാരണമായിരുന്ന ഗീഗോൺ തിയോളജിക്കൽ സെമിനാരിക്കായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റായി പ്രാർത്ഥിക്കും. മറ്റ് ഓഫീസ് ബിയറേഴ്സിനായി മറ്റ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രാജുവേഷനൊക്കെ കടന്നു വരികയാണ്. അതിന്റെ ക്രമീകരണമൊക്കെ വളരെ അനുഗ്രഹമായ നിലയിൽ നടക്കപ്പെടുവാൻ സഹായിക്കുന്നു. ഞങ്ങൾക്ക് ദൈവമാണെന്ന് മുഖാമുഖമായി കാണുവാനും ദൈവസ്നേഹത്തിലായിരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധനാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥി. ഞങ്ങളിപ്പോൾ പിരിയുന്നു. പിരിയാവിദ്വേഷ സാന്നിധ്യം കൃപയും ഞങ്ങളോടും പ്രിയപ്പെട്ടവരോടൊക്കെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ജന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു, താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു.